ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 4. മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് സിദ്ധാർത്ഥായിരുന്നു. അവനെ കണ്ട് നീലിമ അമ്പരന്നു. ഈ കുരിശ് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ട അശ്വിൻ ഡാഡി എന്നും വിളിച്ച് അയാളുടെ അരികിലേക്ക് ഓടി. വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വഗ്രൂപ്പിന്റെ അവകാശിയാണ് എന്ന് വാസുദേവൻ അറിയാമായിരുന്നു. പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കും വഴക്കുകൾക്കുമിടയിൽ അയാൾ അറിഞ്ഞില്ല. ബന്ധുക്കളും സത്യഭാമയും എല്ലാം അതിന്റെ ഞെട്ടിലായിരുന്നു. എല്ലാവരും അമ്പരന്ന് നീക്കിയതിന്റെ സിദ്ധാർത്ഥ് അശ്വിനെയും എടുത്ത് അവിടേക്ക് വന്നു. എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കനെ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ? അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ നീലിമയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്തങ്ങ് പിടിച്ചു. ആദിയും അഞ്ജലിയും അപ്പോൾ മുന്നിലേക്ക് വന്നു. ഓ, എല്ലാവരും ഉണ്ടല്ലോ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് സിദ്ധാർത്ഥ ആദിയെ നോക്കി ചോദിച്ചു. അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയൊരു പേടി തോന്നി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആദി പറഞ്ഞു. നീലിമക്ക് ആദിയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി. വാസുദേവനെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു, സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണമില്ലേ വാസുദേവ? വാസുദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് വരണ്ട എന്ന്. ഒന്നിച്ചു വന്നാ പോരായിരുന്നോ? ഒരു കാര്യവും പറഞ്ഞാൽ അനുസരിക്കരുത് കേട്ടോ, സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. അവൾക്കൊട്ടും പറയാനൊന്നും തന്നെ തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. കാരണം സിദ്ധാർത്ഥ് താൻ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനത്തുള്ള ആളാണ് എന്ന് അവൾക്കപ്പോൾ മനസ്സിലായിരുന്നു. അയാൾ എന്തിനാണ് തന്നെ സഹായിക്കാൻ എല്ലായ്പ്പോഴും വരുന്നത് എന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കണ്ണുകളിൽ അമ്പരപ്പ് കണ്ട സിദ്ധാർത്ഥ് അവളുടെ ഇടുപ്പിലിങ്ങനെ കൈ ചേർത്ത് വെച്ച് തന്നോടങ്ങനെ അടുപ്പിച്ചു നിർത്തി. നീലിമയ്ക്ക് പെട്ടെന്ന് ശരീരം വിറക്കുന്നത് പോലെ തോന്നി. അപ്പോ സത്യഭാമ ചോദിച്ചു, സിദ്ധാർത്ഥ് വിശ്വമാണോ ഇവന്റെ അച്ഛനെന്ന്? നീലിമ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഇതെന്റെ മകനാണ്, സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജലിയും ആദ്യം ഒഴികെ എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതങ്ങനെ നിൽക്കുകയായിരുന്നു. സോറി സർ, സാറിന്റെ ഭാര്യയാണ് നീലിമ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞ സുധാകരമേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി, ചടങ്ങ് കഴിഞ്ഞില്ലേ, വാ പോവാം. അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ ഹാളിന്റെ ആ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്താ മാഡം, പേടിച്ചു പോയോ? അന്നെന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. പിന്നെ പേടിക്കാൻ ഞാൻ ആരാ? അല്ല അതൊക്കെ പോട്ടെ, താൻ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതൊന്നുമല്ല, ഈ കുഞ്ഞിനു വേണ്ടി ഇടപെട്ടതാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ, വലിയ ഉപകാരം സർ. നീലിമ അവനെ പരിഹസിച്ചു. ഇത്രയുമായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ? അതൊക്കെ പോട്ടെ, അന്ന് ടാക്സി ചാർജ് ഒക്കെ എന്റെ അടുത്തേക്ക് എറിഞ്ഞിട്ടല്ലേ പോയത്? ഇവിടുത്തെ ഹെൽപ്പിന് എനിക്കിനി എത്രയാ തരാൻ പോകുന്നത്? സിദ്ധാർത്ഥ് അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് ചോദിച്ചു. നീലിമ ആകെ വല്ലാതായി. അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. എന്താ മാഡം, മറുപടിയില്ലേ? അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് ചേർന്നുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. നീലിമക്ക് വിറയൽ പോലെ തോന്നി. അവനെ അങ്ങ് തട്ടിമാറ്റി സഹായിച്ചതിനൊക്കെ നന്ദി. അതവിടെ തീർന്നു. കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട. ശരി മഹാറാണി. അല്ലേലും ഈ സ്വഭാവം കണ്ട ഒരാൾക്കും അടുപ്പം തോന്നത്തൊന്നുമില്ല കേട്ടോ, സിദ്ധാർത്ഥ് അവളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, അച്ചു ഇങ്ങോട്ടേക്ക് വാ. അത് കേട്ടപ്പോൾ അശ്വിൻ അമ്മയുടെ അടുത്തേക്ക് പോവാനൊരുങ്ങി. സിദ്ധാർത്ഥ് അവന്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. എന്നിട്ട് നീലിമയെ നോക്കി പറഞ്ഞു, മാഡം, ഇപ്പൊ ഞാൻ എന്റെ മോനെ നിന്നെ ഏൽപ്പിക്കുവാണ്. വേറെ കുറച്ച് പണികളുണ്ട് മോനെ, ശ്രദ്ധിച്ചേക്കണേ. സിദ്ധാർത്ഥ് പോകുന്നത് നോക്കി അവൾ നിന്നു. അയാൾ ഇത്ര അടുപ്പം കാണിച്ചിട്ടും താൻ എന്താ അയാളെ തടയാതിരുന്നത് എന്നായിരുന്നു നീലിമയുടെ ചിന്ത. അവൾ അശ്വിനെയും കൂട്ടി ഒഴിഞ്ഞൊരു കസേരയിൽ ചെന്നിരുന്നു. അമ്മ, ഡാഡി എങ്ങോട്ടേക്കാ പോയത്? അശ്വിൻ കൊഞ്ചിലോട് ചോദിച്ചു. നീലിമ മറുപടിയൊന്നും പറയാതെ കുഞ്ഞിന്റെ മുഖം തടവി. അവന്റെ അച്ഛനല്ല അയാളെന്ന് എങ്ങനെ ഈ കുഞ്ഞിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നായിരുന്നു നീലിമയുടെ ആലോചന. ചേച്ചിക്ക് ഒറ്റയ്ക്ക് നിന്ന് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കി. അഞ്ജലി അങ്ങോട്ടേക്ക് വന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നത്? ഒരു തരത്തിലും സ്വസ്ഥത തരത്തില്ലേ നീ? ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഓ, വലിയ പണക്കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവുമല്ലേ? ദേ നിന്റെ കാര്യം നോക്ക്. എന്റെ കാര്യത്തിൽ നീ ഏതായാലും ഇടപെടണ്ട. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യം ഉണ്ടാവും, അഞ്ജലി ചോദിച്ചു. അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ മറുപടി ഒന്നും പറഞ്ഞില്ല. അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ചെറുപ്പം മുതലേ ചേച്ചിക്ക് എല്ലാം ബെസ്റ്റാ കിട്ടിക്കൊണ്ടിരുന്നത്. അത് ആദ്യമായാലും ദേ ഇപ്പോൾ അയാളായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ട്. നീലിമ ഒന്നും മിണ്ടിയില്ല. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? അത് കേട്ടപ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ മറ്റെന്തോ പ്ലാനുണ്ടെന്ന് നീലിമക്ക് തോന്നി. അച്ഛനും ആദിക്കുമൊക്കെ പണ്ടേ ചേച്ചിയായിരുന്നു കാര്യം.
അതാ ഞാനാണ് അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. അതിന്റെ ദേഷ്യമാണോ ചേച്ചിക്ക് എന്നോട്? അഞ്ജലി പാവം നടിച്ചുകൊണ്ട് ചോദിച്ചു. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട ചേച്ചി. ചേച്ചി ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. മതി, നിർത്ത്. എന്താ നിനക്കിപ്പോ പ്രശ്നം? നീലിമ ചോദിച്ചു. പ്രശ്നം ചേച്ചിക്കല്ലേ, എന്നോടെന്തിനാ എപ്പോഴും ചൂടാവുന്നത്? ആദ്യമായി ഞാൻ അടുത്തതാണോ ചേച്ചിയുടെ പ്രശ്നം? അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ചേച്ചി അവനെ ചതിച്ചപ്പോ. ഞാൻ കൂടെ നടന്നതുകൊണ്ട് മാത്ര അവൻ എന്നെ സ്നേഹിച്ചത്. അവൾ എന്തിനാണ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറയുന്നത് എന്ന് നീലിമക്ക് മനസ്സിലായില്ല. അതിനിപ്പോ ഞാൻ എന്തു വേണം? നീലിമ ചോദിച്ചു. നീ അധികം ഞെളിയൊന്നും വേണ്ട ചേച്ചി. എന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിദ്ധാർത്ഥ് നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീലിമ ഒരു നിമിഷം അങ്ങ് വല്ലാതായി. കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചെറിയ കുട്ടിയായിരുന്നാലും അശ്വിൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തിയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു. ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ? മതി മതി. ആര് സ്നേഹിക്കുന്നു? ഞാനോ? മറ്റൊരാളുടെ ബോയ്ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ അഞ്ജലിയല്ല നീലിമ. നീലിമ വാശിയോടെ പറഞ്ഞു. നീലിമയെ വാശി പിടിപ്പിക്കേണ്ടത് അഞ്ജലിയുടെ ആവശ്യമായിരുന്നു. കാര്യങ്ങളൊക്കെ തന്റെ വഴിക്ക് നടക്കുന്നു എന്ന് മനസ്സിലാക്കി അഞ്ജലി തുടർന്നു. എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴാണ് ആദ്യമുണ്ടെന്ന് എനിക്കറിയാം. അവന് ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല. ജസ്റ്റ് ഗെറ്റ് ലോഡ്സ്. നീലിമ നിയന്ത്രണം വിട്ടങ്ങ് ഒച്ച വെച്ചു. പെട്ടെന്ന് തന്നെ അഞ്ജലി നിലത്തേക്ക് വീണു. പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. നീലിമ അമ്പരന്ന് പോയി. അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാന് അവൾക്ക് മനസ്സിലായത്. എന്തിനാ ചേച്ചി എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചേച്ചിയോട് ചെയ്തത്? നീ ചതിച്ചപ്പോൾ ആദിയുടെ കൂടെ വന്നിരുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അഞ്ജലി നിലത്ത് നിന്നും എഴുന്നേൽക്കാതെ തന്നെ ചോദിച്ചു. നീലിമ വല്ലാതായി. സദസ്സിലിരുന്ന് എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്കെ തന്നെ സംസാരിച്ചത്. അമ്പരന്ന് നിൽക്കെ ആദിയും വാസുദേവനും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അയ്യോ അഞ്ജലി, എന്തു പറ്റി? ആദി ഓടി വന്ന് അവളെ പിടിച്ചു. നീലിമക്ക് അവരോടൊക്കെ പുച്ഛം തോന്നി. മോളെ എന്താ ഉണ്ടായത്? വാസുദേവൻ അഞ്ജലിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛാ, എന്നെ ചേച്ചി തള്ളിയിട്ടതാണ്, അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി, ഏത് നഷ്ടനേരത്തായെന്തോ നിന്നെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കാൻ തോന്നിയത്? വാസുദേവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അത് കണ്ട് ആദി നീലിമയെ നോക്കി ചോദിച്ചു. നീലിമ, നീ അഞ്ജലിയോട് എന്തിനാ ഇത്ര വെറുപ്പൊക്കെ കൊണ്ട് നടക്കുന്നത്? അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ തന്നെ നോക്ക്, അവളുടെ ഡ്രസ്സൊക്കെ അഴുക്കായി. വിവാഹ നിശ്ചയത്തിന് അന്നെങ്കിലും നിനക്ക് അവളെ ഒന്ന് ദ്രോഹിക്കാതിരുന്നൂടെ? ആദി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാ ഇവൾക്ക് നല്ലതെന്ന് പറഞ്ഞേക്ക്. ഞാനായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളാരും പക്ഷേ അത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ഇതുപോലൊരു ദിവസം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയത് ഞാൻ ഒരു കാലത്തും മറക്കില്ല. നീലിമ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സത്യങ്ങളൊക്കെ അറിയുമെന്ന് അഞ്ജലിക്ക് ഭയം തോന്നി. അവൾ ഉടനെ തന്നെ ഇടപെട്ടു. ചേച്ചി പ്ലീസ്, എന്റെ ആദ്യം തട്ടിയെടുക്കാൻ നോക്കരുന്നത് എന്തിനാണ്? ചേച്ചിക്കിപ്പോൾ വേറൊരാളുണ്ടല്ലോ, ആദ്യം വിട്ടേക്ക് പ്ലീസ്. അഞ്ജലി സങ്കടം അഭിനയിച്ചു. നീലിമക്ക് അഞ്ജലിയെ തല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവൾ അത് പുറമേയൊന്നും കാണിച്ചില്ല. അഞ്ജലി തുടർന്നു. ചേച്ചി ആദ്യം ചതിച്ചത് കൊണ്ടല്ലേ അവൻ അന്ന് എന്നെ സ്നേഹിച്ചത്? എന്നിട്ടിപ്പോ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നതെന്തിനാ? അഞ്ജലി ഉറക്കെയാണത് പറഞ്ഞത്. സദസ്സിലിരുന്ന മുഴുവൻ പേരും അത് കേട്ടു. നീലിമ ആദ്യം ചതിച്ചതുകൊണ്ടാണ് അവരുടെ നിശ്ചയം മുടങ്ങിയത് എന്ന്. അതോടുകൂടെ എല്ലാവർക്കും മനസ്സിലായി. ബന്ധുക്കൾ നീലിമയെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടപ്പോൾ നീലിമക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നു അച്ഛാ. ചേച്ചി എന്നെ മനഃപൂർവ്വം ഒന്ന് തള്ളിയിട്ടതാണ്, അഞ്ജലി വാസുദേവനെ നോക്കി പറഞ്ഞു. നീലിമക്കാകെ വിഷമം തോന്നി. ഒരാളും തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് ഈ ലോകത്ത് തനിക്ക് സ്വന്തമെന്ന് പറയാൻ പോലും അശ്വിനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് അവൾ ചിന്തിച്ചു. അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അശ്വിൻ പറഞ്ഞു. ഈ ആന്റി കള്ളം പറയുന്നതാ, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. നീലിമക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ വെക്കണമായിരുന്നു. പക്ഷേ കണ്ണിൽ ഇരുട്ട് കരയുന്നതുപോലെ തന്നെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് എത്തി. അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലി രൂക്ഷമായി നോക്കി. അഞ്ജലിക്ക് അവളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ ആകെ പേടി തോന്നി. അഞ്ജലി അവനോട് പറഞ്ഞു. സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഫിയാൻസി ആദിയും ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാണ് വളർന്നത്. അതിന് ചില കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു, അല്ലാതെ വഴക്കൊന്നുമില്ല. അതിനെപ്പറ്റി എന്ത് സംസാരിച്ചു എന്നായി പറയുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് ചേച്ചിയും ആദിയും സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചതാ. അപ്പോഴേക്കും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നോട് വെറുപ്പാ, അതാണ് സത്യം. അഞ്ജലി വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു കള്ളം പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ വെറുക്കുമായിരുന്നു എന്നായിരുന്നു അവളുടെ ധാരണ. എന്നാ ധാരണ തെറ്റിപ്പോയി. സിദ്ധാർത്ഥ് അത് കേട്ടങ്ങ് ചിരിച്ചു. ഇവനാണോ ആദി? കൊള്ളാം, എന്തായാലും ഇവളുടെ പഴയ ചോയ്സ് തീരെ പോരാ. അത് കേട്ട് ആകെ ചമ്മിപ്പോയ അഞ്ജലിയെ നോക്കിക്കൊണ്ട് അവൻ തുടർന്നു. എന്തായാലും ആദി കൃത്യമായ ഒരു ലോ ലെവൽ തന്നെ എത്തിയല്ലോ.
ഇപ്പോഴാണ് ശരിക്കും മേഡ് ഫോർ ഈച്ച് അതർ ആയത്. സിദ്ധാർത്ഥ് വീണ്ടും അങ്ങ് ചിരിച്ചു. അഞ്ജലിയും ആദ്യം നാണിച്ച് തല താഴ്ത്തി. സിദ്ധാർത്ഥ് അത്ര നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ആദ്യയും അഞ്ജലിയെ നോക്കി പറഞ്ഞു, തമാശ വിട്ടിട്ട് ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചു എന്ന് വരില്ല. കുടുംബമടക്കം ഇല്ലാതാക്കി കളയും ഞാന്. ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അപ്പോഴേക്കും നീലിമക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അവൾ അങ്ങ് കുഴഞ്ഞു വീണു. ചുറ്റുമുള്ളവർ ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന നീലിമ താൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. അവൾ ചുറ്റും നോക്കി. അപ്പോൾ വാസുദേവൻ ആ മുറിയിലുണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെ അവിടെ വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ എഴുന്നേറ്റിരുന്നു. അശ്വിനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. തകർന്ന ശബ്ദത്തിൽ നീലിമ വിളിച്ചു, അച്ചു. ആ, നീ എഴുന്നേറ്റോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിന് മറുപടിയൊന്നും പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു. മോനെ, അച്ചു. വിളിക്കണ്ട, അവൻ ഇവിടെയില്ല. അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി, വാസുദേവൻ പറഞ്ഞു. എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ബോധം വരുന്നതുവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തുന്ന കാര്യം എന്താ? അച്ഛന് പെട്ടെന്ന് അശ്വിനോട് എന്താ ഇത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു. അയാൾ തുടർന്നു, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നീയും സിദ്ധാർത്ഥ വിഷയമായി എന്താ ശരിക്കും ബന്ധം? ഇത് കേട്ടപ്പോൾ തന്നെ അച്ഛൻ എന്തിനാണ് തന്നോട് ഇത്രമാത്രം സ്നേഹം അടിച്ചിരിക്കുന്നത്, തന്റെ അരികിൽ വന്നിരിക്കുന്നത് എന്ന് നീലിമക്ക് മനസ്സിലായി. ചോദിച്ചത് കേട്ടില്ലേ? വാസുദേവൻ ആവർത്തിച്ചു. എനിക്ക് എന്റെ മോനെ കാണണം, നീലിമ പറഞ്ഞു. കാണാം. ആദ്യം ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. എന്തു പറയാനാ? സിദ്ധാർത്ഥന്റെ ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ. അതൊക്കെ നിങ്ങൾക്കെന്താ? നിങ്ങൾ പണ്ട് എന്നെ തള്ളിക്കളഞ്ഞതല്ലേ? പിന്നെ ഇപ്പൊ എന്തിനാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അയ്യോ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതല്ല. അവനെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ട്. അതിന് നീ എന്റെ കൂടെ നിൽക്കണം, വാസുദേവൻ പറഞ്ഞു. ഞാൻ നിൽക്കില്ല. ഞാനും അച്ചൂട്ടനും ഇന്ന് തന്നെ തിരിച്ചു പോവും. മടുത്തു. എല്ലാവരുടെയും സ്നേഹം കണ്ട് അത്രക്കങ്ങ് മതിയായി എനിക്ക്. ഇത് പറയുമ്പോൾ നീലിമ കരയുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോയിക്കോ, പക്ഷേ മോനെ അങ്ങ് മറന്നേക്ക്. അച്ഛൻ പറഞ്ഞത് കേട്ട് നീലിമ ഭയന്നുപോയി. അശ്വിനെ അഞ്ജലിയോടൊപ്പമാണ് അയച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പേടി തോന്നിയിരുന്നു. നീലിമയെ നോവിക്കാൻ അഞ്ജലി എന്തും ചെയ്യുമെന്ന് അവൾക്കറിയാം. പോരാത്തതിന് സിദ്ധാർത്ഥുമായി വഴക്കുണ്ടാക്കി. എല്ലാം കൊണ്ടും അഞ്ജലി നാണം കെട്ട് കാണും. അവൾക്ക് അതിന് പ്രതികാരമായി മകൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും നീലിമക്ക് പേടിയായി. വാസുദേവൻ തുടർന്നു, കൂടുതൽ കടന്ന് ചിന്തിക്കണ്ട. അവനെ ഞാൻ ഒന്നും ചെയ്യില്ല. അവൻ എന്റെ പേരക്കുട്ടിയായി ഇവിടെ വളരും. നിന്നെ പോലെ ഒരാളുടെ കൂടെ വളരേണ്ടവനൊന്നും അല്ല അവന്. അയാളുടെ വാക്കുകളിൽ നീലിമയെ വേദനിപ്പിച്ചു കാണും. ഞാനും എന്റെ മോനും നിങ്ങളെ വിളിച്ചപ്പോൾ കാണാൻ വന്നതാ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടേ ഞാൻ പോവുള്ളൂ. നടക്കില്ല നീലിമ, അവൻ എന്റെ കൂടെ വളരും. സിദ്ധാർത്ഥ വിഷയുടെ മോനല്ലേ അശ്വിൻ. അവനെ വളർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാടധികം നേട്ടങ്ങളുണ്ട്, വാസുദേവൻ പറഞ്ഞു. മുൻപൊരു കാലത്തും അശ്വിനെ പേരക്കുട്ടിയായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ സിദ്ധാർത്ഥ വിശ്വ പണക്കാരന്റെ മകനാണ് അവൻ എന്നുള്ള കള്ളം വിശ്വസിച്ച് അവൻ എങ്ങ് കൂടെ നിർത്താൻ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അച്ഛനോട് അവൾക്ക് പുച്ഛം തോന്നി. എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. നീലിമ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. നീ കൊണ്ടുപോകില്ല, അവൻ എന്റെ കൂടെ നിൽക്കും. നിനക്കെന്താ വേണ്ടത്? എന്തിനാ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? നീലിമ ഗതി കേട്ടുകൊണ്ട് തന്നെ ചോദിച്ചു. നിന്നെ ദ്രോഹിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ വാശിയുമില്ല മോളെ. ശരി, നിനക്ക് നിന്റെ മോനെയും കൂട്ടി എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു സഹായം നീ ചെയ്തു തരണം. എന്ത് സഹായം? സിദ്ധാർത്ഥ വിശ്വയുടെ ബിസിനസ് സ്ഥാപനം ഒരു പാർട്ട്ണറെ തേടുന്നുണ്ട്. നീ അവരോട് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഗ്രൂപ്പിനെ അവരുടെ പങ്കാളിയാക്കണം. അത്രയുള്ളൂ, വാസുദേവൻ പറഞ്ഞു. അച്ഛാ, അദ്ദേഹം അത്രയും വലിയൊരു ആളാണോ? നിങ്ങളുടെ ഈ ചെറിയ ബിസിനസിന്റെ കാര്യമൊന്നും എനിക്ക് സംസാരിക്കാൻ അയാളോട് പറ്റില്ല. ശരി, എന്ന മോൻ അങ്ങ് മറന്നേക്ക്, വാസുദേവൻ ക്രൂരമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീലിമക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. നീ ഇത് ശരിയാക്കിയില്ലേ? മോനെ നീ അങ്ങ് കാണില്ല. നിന്റെ മോനെ നീ അങ്ങ് മറന്നേക്ക് എന്ന് വാസുദേവൻ വീണ്ടും പറഞ്ഞപ്പോൾ നീനും അങ്ങ് വല്ലാതായി. നീ ബുദ്ധിയുള്ളവളായെന്ന് എനിക്കറിയാം. ആലോചിച്ച് തീരുമാനമെടുക്കാം. അപ്പൊ ശരി, വാസുദേവൻ അത്രയും പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. നീലിമയുടെ കണ്ണുകൾ ഭയം ഇരുണ്ടുകൂടിയിരുന്നു.